ചെയ്ത് ഈ ഒരു സ്ലൈമി ടെക്സ്ചർ കണ്ട. ഇതാണ് ജപ്പാൻകാരുടെ സൂപ്പർ ഫുഡ് എന്ന് അറിയപ്പെടുന്ന നട്ടോ. നട്ടോ എന്ന് പറഞ്ഞാൽ ഫെർമെൻറ്റഡ് ബീൻസ് എന്ന സാധനം. ഇതൊരു 3 പാക്കറ്റ് ആയിട്ട് കിട്ടും. ഇവിടുത്തെ ഒരു 85-90 എണ്ണ അടുപ്പിച്ച് വരും. നമ്മുടെ നാട്ടിലൊരു 40-50 രൂപ അടുപ്പിച്ചാണ് ഈ ഒരു 3 എണ്ണത്തിനും കൂടെ വരുന്നത്. സൂപ്പർ ഫുഡ് എങ്ങനെയാണ് കഴിക്കണമെന്ന് കാണിച്ചു തരാം. അതായത് ഇതിനകത്ത് വരുന്നൊരു പാക്കറ്റ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ആദ്യം ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് സോയ സോസ് ഉണ്ട്, മസ്റ്റാർഡ് സോസ് ഉണ്ട്. ഈ 2 സാധനമുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത്. ഇവിടെ ഒരു ചെറിയൊരു ചെറിയൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഇങ്ങനെ പുറത്ത് വരും. ഇത് നമുക്കിതിങ്ങനെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അകത്ത് നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ എടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ സോയ സോസ് ആഡ് ചെയ്യണം. അപ്പോൾ സോയ സോസ് ഇങ്ങനെ നമുക്കിങ്ങനെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2ാമത് മസ്റ്റാർഡ് സോസ് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് നല്ലപോലെ ഇത് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതൊരു വെള്ള കളറിലാവും. വെള്ള കളറാവുന്നവരേക്കും ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇതിൻ്റെ സ്ലൈമി ടെക്സ്ചറും ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് കഴിച്ചു പോകും. കാരണം വയറിന് നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണ്, ബ്ലഡിന് നല്ലതാണ്. പിന്നെ ചില സ്റ്റഡീസ് ഇത് ജപ്പാൻകാരുടെ ആയുസ്സിനും നല്ലതാണെന്ന്, ആയുസ് കൂടാനുള്ള കാരണവും ഇതാണെന്നൊക്കെ അവർ പറയുന്നു. എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊരു നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നട്ടോ, ജാപ്പനീസ് ഫുഡ് നട്ടോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിൻ്റെ ഒരു നീണ്ട നിര തന്നെ ഇതിനകത്ത് വരും. അപ്പോൾ അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ നൂൽ പരുവത്തി വരും. ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് റെഡിയായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നല്ലപോലെ ഇതിങ്ങനെ മിക്സ് ചെയ്യുക. ഏതാണ്ട് 30 സെക്കൻഡ് അടുപ്പിച്ചെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഈ ഒരു സ്ലൈമി ടെക്സ്ചർ കണ്ട ഇതിങ്ങനെ വരുമ്പോൾ നമ്മളതിങ്ങനെ ചോപ്സ്റ്റിക് കൊണ്ട് കഴിക്കാം. ഇതാണ് പരിപാടി. വാവ്, അടിപൊളി.